വണ്ടി കണ്ടില്ല. ജോന് വണ്ടി ശ്രദ്ധിച്ചില്ല. ജോന് വണ്ടി സൈഡാക്കിയത് ബ്രേക്ക് വിട്ടിട്ടില്ല. എനിക്ക് ഞാൻ കാണുന്നുണ്ട് വെക്കുന്നത്. ആടുന്ന് എന്ത് വഴി ഇടുന്ന സ്ലോ വന്ന് ക്യാമറ ഫുൾ ഓണാന്ന് അവൻ എങ്ങനെ നമുക്കറിയാം. ഞാനൊരു ബന്ധുവില്ല ആടുന്ന് കട്ടെടുത്തോട്ട് കാരണം റോഡിലിങ്ങനെ എടുക്കുക സൈഡാക്കി ഇങ്ങനെ സൈഡാക്കി നീ കൈ കളിക്കിട്ടല്ലോ ഞാൻ വായറിനായി ഞാൻ ഓക്കാന്റെ പുട്ട് കാണുന്നുണ്ട്. നീ കൈ കളിക്കിട്ട് വരുന്നുണ്ടായിരുന്നു. അത് കഷ്ടമായിരിക്കും ഞാൻ കൈ വന്നത് ഇച്ചങ്ങാന്റെ ഭാഗത്ത് തെറ്റില്ല ഞാൻ പറഞ്ഞത്. കാരണം ഒന്നാമത് ഈ വണ്ടിന്റെ ഇടയിൽ പറയുന്നത് ആ വണ്ടിക്കാരനാ പറയുന്നത്. ഇയാള് ആ വണ്ടീനെ ഓട്ടേക്ക് വന്നോണ്ട് ആ വണ്ടിക്കാരനെ മരിക്കാനാ പോകുന്നത് ചോദിച്ചാൽ ആ വണ്ടിക്കാരന് നമ്മളല്ല. മനസ്സിലായോ? അതിൽ ക്യാമറയിൽ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണോ? സ്ലോ ആക്കുമ്പോ ഇത്ര വലിയ വണ്ടി എന്തുകൊണ്ട് ഇത്ര വലിയ വണ്ടി കാണിച്ചാ പറയുന്നത്? കുറച്ച് ആയിട്ട് പോ. ബൈക്കിന് ചവിട്ടേ കിട്ടില്ല, ഉപയോഗിച്ചുള്ളൂ. കാറും വണ്ടിയാണെങ്കിൽ ചവിട്ടിയാൽ ഇത്ര വലിയ വണ്ടി നീ കണ്ടിട്ട് ന്യായീകരിക്കാൻ ക്യാമറ ഉണ്ടെന്ന് മനസ്സിലായി കേട്ടാ. നീ ന്യായീകരിക്കാൻ കണ്ട. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാം റോഡ് പണി തകൃതിയായി നടക്കുവാണല്ലേ, പുതിയ ഹൈവേൻ്റെ. അപ്പോൾ അതിൽ വന്നൊരു വിഷയമാണ്. വണ്ടി എല്ലാവരും അധിക പേരും വണ്ടി ഓടിക്കുന്നവരായിരിക്കും. ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറും കൊണ്ട് ഇറങ്ങുന്നവരാണ്. എല്ലാവരും എന്ന് പറയുന്നില്ല, ചില ആൾക്കാർ. ഇവരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ ഇവരുടെ സ്വന്തമാണ് റോഡ് എന്നുള്ള രീതിയിലാണ്. പിന്നെ ഓട്ടോറിക്ഷക്കാർ, അതും എല്ലാ ഓട്ടോറിക്ഷക്കാരില്ല, ചില ഓട്ടോറിക്ഷക്കാർ ഇവർ ഈ കാറും കൊണ്ട് വരുന്നവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വളവ് തിരിവ് ഈ സ്ഥലങ്ങളിൽ ഈ മൊത്തം ലൈറ്റും ഒന്ന് കത്തിച്ച് വെക്കും. സൈഡിലുള്ള ഇൻഡിക്കേറ്റർ 4 കത്തുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഇടക്കിടക്ക് ചുവപ്പ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവും. എന്തെന്നാ സംഭവം എന്ന് അറിയുന്നില്ല. ഈ ബാക്കിലുള്ള വണ്ടിക്കാർ എന്താണ് ഇതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്? അർത്ഥം എന്താ ആക്കണ്ടേ? ഇത് ഇവരെങ്ങോട്ട് പോകാനാണെന്നാണ്. ഒരു ലക്കും ലഗാനും ഇല്ലാതെയായിരിക്കും വണ്ടി വിടുന്നുണ്ടാവുക. എന്നാൽ സെൻറ്ററിലാണ് പിടിക്കുക. അതും മെല്ലനെ, അത്രയും മെല്ലനെ അവർ പോകൂലൂ. നമ്മളൊക്കെ ഒരു 20-30 സ്പീഡിലെങ്കിലും നമുക്ക് പോകാമല്ലോ. ബൈക്കും എടുത്ത് വരുന്നവർ ഒരുപാട് കഷ്ടത്തിലാവും. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ചില സമയത്ത് ഇത് ഈ ഗിയറും ഇതും എല്ലാം മാറ്റി ഇങ്ങനെ ബാക്കിലിങ്ങനെ പിടിച്ച് നിൽക്കണ്ടേ. നിങ്ങൾക്ക് ഓടിക്കുന്നവരുടെ വിഷമം മനസ്സിലാവും. ബൈക്ക് എടുക്കുന്നവർ ആണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവരിത് എവിടത്തേക്കാണ് പോകുന്നതെന്ന് ഇവർക്ക് യാതൊരുവിധ ലക്ഷ്യവും ഉണ്ടാവില്ല. ഒരു വളവ് എത്തുമ്പോൾ ഉണ്ടാവും ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ടാവും, വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടും, എന്നിട്ട് ഇടത്തോട്ടേക്ക് പോകും. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. എല്ലാം ഇങ്ങനെയുള്ള കാറിൻ്റെ ബാക്കിലൊക്കെ എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടും ഉണ്ടാവും. ഈ എല്ലൊട്ടിച്ച് വെക്കുന്ന ഇവരുടെ ധാരണ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലൊട്ടിച്ച് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിൽ വണ്ടി ഓടിക്കാമെന്നുള്ളതിൻ്റെ ലൈസൻസാന്ന് തോന്നില്ല. എല്ല് എന്നുള്ളത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇടത്തോട്ട് പോകുന്നുണ്ടാവും, ഇടയ്ക്ക് വലത്തോട്ട് പോകുന്നുണ്ടാവും, ഇൻഡിക്കേറ്ററും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇങ്ങോട്ട് കയറി വരുന്ന കാറാണെന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമായിരിക്കും. ഇവർ ഒന്നും ഇൻഡിക്കേറ്റർ ഉണ്ടാവില്ല, നടുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്, നമുക്ക് എങ്ങനെയാണ് ഇത് പോകേണ്ടതെന്നുള്ള ഒരു പിടുത്തവും കിട്ടൂല. ബൈക്കോ ടൂ വീലർ എടുത്ത് വരുന്നവർക്ക് ഇവരെങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഒരു പിടുത്തവും ഉണ്ടാവില്ല. ഇങ്ങനെ വണ്ടി, അതായത് ഇങ്ങനെ ആരെങ്കിലും ഓടിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മളെപ്പോലത്തെ ആൾക്കാർ മെല്ലെ പതുക്കെ പോകുന്നവരായിരിക്കും. ഒരു 30-40 സ്പീഡിലൊക്കെ പോകുന്നവരായിരിക്കും. ഇവർക്ക് ഒരു തിരുപാടും കിട്ടൂല ഇത് ഇവരെങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത്. ആക്സിഡൻ്റ് ആവുന്നത് ഇന്ന് രാവിലെ ഉണ്ടായ സംഭവമാണ്. ഞാൻ വണ്ടിയെടുത്ത് ഓഫീസിലേക്ക് പോവാണ്. വരുന്ന സമയത്ത് ഈ മുന്നിലൊരു കുട്ടി ഉണ്ടായിരുന്നു, പെൺകുട്ടിയാണ്. വണ്ടി ഓടിക്കാൻ പെൺകുട്ടികൾ സാധാരണ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടാവും വണ്ടി ഓടിക്കാൻ. ഈ കാറുകാരൻ മൊത്തം ലൈറ്റ് വിട്ട് വെച്ച് റോഡിൻ്റെ നടുവിൽ ഇങ്ങനെ വെച്ചു. ഈ കുട്ടിക്ക് എങ്ങോട്ട് വളക്കണം, എങ്ങോട്ട് തിരിക്കണം, ഇത് ബ്രേക്ക് പിടിക്കണോ, പെട്ടെന്ന് കിട്ടിയില്ല, കൊണ്ടുപോയി മുട്ടി. അതിൻ്റെ കൈയും കാലും എല്ലാം പൊട്ടി താഴെ വീണു. എടുത്ത് നമ്മൾ വണ്ടി നിർത്തി എല്ലാം കൂടി ഇതാക്കുമ്പോഴത്തേക്കിൽ ഇയാളെ എമർജൻസി ആയിട്ട് പോകുന്നതെന്നാണ് പറഞ്ഞത്. എമർജൻസി ആയിട്ട് പോകുന്ന ആള്
കാറ് എമർജൻസി ആയിട്ട് പോകുന്ന ആൾ ഒറ്റ ഒരാളെ അതിൻ്റെ അകത്തുള്ളൂ. എന്ത് എമർജൻസിയാണ് ഇയാൾ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് മനസ്സിലായിട്ടില്ല. പോട്ടെ, ഒരു എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ മൊത്തം ലൈറ്റ് വിട്ട് വെച്ച് ഓണും അടിച്ചിട്ട് പോകും. അതൊന്നല്ല, ഇത് ഇയാൾ ഒറ്റക്കേ ഉള്ളൂ, കാറിൻ്റെ ഉള്ളിൽ ഇയാൾ ഒറ്റക്കേ ഉള്ളൂ. എമർജൻസി ആയിട്ട് പോകുന്നതാണ്, പെട്ടെന്ന് വഴി മിസ്റ്റേക്ക് ആയിട്ട് നിർത്തിയത്, ആ വഴി പെട്ടെന്ന് തിരിയാത്തതുകൊണ്ട് നിർത്തിയത്. ഇത് എന്ത് വഴിയാണ്? നേരെ കണ്ണൂരേക്ക് പോകുന്ന റോഡാണ്. ഇനി ഒന്നും നോക്കാനില്ല, ആശുപത്രിയിലേക്ക് പോകുന്ന നേരെ പോയാൽ മതി. ഇയാൾ ഈ മൊത്തം ലൈറ്റ് വിട്ട് വെച്ചിട്ട് റോഡിൻ്റെ നടുവിൽ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളെപ്പോലത്തെ ആളുകളാണെങ്കിൽ ചിലപ്പോൾ ബ്രേക്ക് പിടിച്ച് നിർത്തും. ഇത് പെൺകുട്ടികൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടിയെന്ന് വരില്ല, കൊണ്ടുപോയി ഇടിച്ചു. എന്തോ ഭാഗ്യത്തിന് ആരുടെയോ അപ്പോൾ കുട്ടീൻ്റെ ആരോ ചെയ്ത ഭാഗ്യത്തിന് അധികമായിട്ടൊന്നും പറ്റിയില്ല. കാലിൻ്റെ മുട്ട് ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ട്, കയ്യിൻ്റെ ഭാഗമൊക്കെ പോയിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ ഓടിക്കുന്ന പലപ്പോഴായിട്ട് കാണുന്നൊരു സംഭവമാണ്. പിന്നെ ചെറുപ്പക്കാർ ബൈക്ക് എടുത്ത് പോകുന്നത്, ഇവന്മാർ എന്തിനായി ഓൺ അടിക്കുന്നതെന്ന് ഒരു ദൈവത്തിന് പോലും അറിയില്ല. ബാക്കിലൊക്കെ വന്നിട്ട് ചറ പറ ഓൺ അടിക്കുന്നുണ്ടാവും. അത്രയും ബ്ലോക്ക് കിടക്കുന്ന സ്ഥലത്ത് ബാക്കിൽ വന്നിട്ട് ഈ കാറുകാരും ഓട്ടോക്കാരും ഈ ചില ബൈക്കുകാരും ഇവന്മാർക്ക് ഇത് എന്തോ 90-ലൊന്നും പോയിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്തോ നാണക്കേട് പോലെയാണ് ഇവന്മാർ വണ്ടി ഓടിക്കുക. എന്താ ഇത് അവസ്ഥ? ഇത് സാമാന്യ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചിട്ട്, വണ്ടി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ആവശ്യത്തിന് ഉപകരിക്കുന്ന ഒരു സാധനമാണ്. എവിടെയെങ്കിലും നമുക്ക് യാത്ര പോകണമെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സംഭവം, അത്രയേ ഉള്ളൂ. ഇത് ബസ് പിടിച്ച് ആടെ കയറി ഇവിടെ കയറി പോകുന്നതിനെക്കാട്ടി നല്ലത് നേരെ പോകാന്നുള്ളതാണ്. ഈവന്മാർ ബാക്കിൽ വന്ന് ചറ പറ ഓൺ അടിക്കുന്നുണ്ടാവും, എന്നിട്ട് തിരിച്ച് മറച്ച് അതിൻ്റെ ഇടയ്ക്കേ കൂടെ എല്ലാം കയറി ആടെ പോയി. ഒരാഴ്ച മുമ്പ് ഉണ്ടായൊരു സംഭവം, ഈ പെമ്പിളർ ബാക്കിലുണ്ടെങ്കിൽ ഇവന്മാർക്ക് കണ്ണ് കാണൂല. എങ്ങനെയൊക്കെ പോകും. പള്ളിക്കുന്ന്, കണ്ണൂർ പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറക്കമുണ്ട്. പള്ളിക്കുന്ന് ഈ സെൻട്രൽ ജയിലെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇറക്കമുണ്ട്. ആ ഇറക്കത്തിൽ കൊണ്ടുപോയി ഒരുത്തൻ ചാർത്തി. ബാക്കിൽ പെണ്ണുണ്ട്, ഏതോ കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണ്. പെണ്ണിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന സമയത്ത് ഇവൻ എന്തോ പ്രേമമായിട്ട് പോന്ന പെണ്ണാണ്. എന്തായി? ആ പെണ്ണിൻ്റെ നാണും മാനും എല്ലാം പോയി, മാനം പോയി. കാരണം എന്താ വെച്ചാൽ ഈ ചെക്കൻ്റെ ഒപ്പരം ബൈക്കിൽ പോയിട്ട് വീണു, നാട്ടുകാരെല്ലാം പിടിച്ചു, ചോദ്യം ചോദിച്ചപ്പോൾ പെങ്ങളൊന്നല്ല. പോവാം എല്ലാ രീതിയിൽ കാമുകന്മാർക്ക് രസിച്ചുകൊണ്ടും എല്ലാം പോയിക്കൂടെ. എന്തിനേ ഈ വെപ്രാളം കാണിച്ച് ആടിയിടിയും പോയി വീഴുന്നേ? ഓട്ടോറിക്ഷക്കാർക്ക് പിന്നെ ചില ഓട്ടോറിക്ഷക്കാർക്ക് അവരാണ് മറ്റേ NP ലോറിയും മറ്റേ എന്താണ് എയറോപ്ലെയിൻ ഓടിക്കുന്ന അവസ്ഥയാണ്. അവരെ വിചാരം അവരാണ് ഏറ്റവും വലിയ സംഭവം. ഏത് വഴിക്കാ പോകുന്നതെന്നുള്ള ഒരു പിടുത്തമില്ല ഇവന്മാർക്ക്. ഇതെന്തിനാ വണ്ടി എടുക്കുന്നത്? ഒരാവശ്യത്തിന് നമുക്ക് എത്താനോ പിടിക്കാനോ അല്ലേ വണ്ടി എടുക്കുന്നത്. മെല്ലെ ഈ അവസ്ഥയിലാണ് പറയുന്നത്. റോഡ് ക്ലിയർ ആണ്, നല്ല വീതിയിലെ റോഡാണ്, ഒരു 5-6 ആൾക്ക് പോവാ, അങ്ങനെ ഒരു പ്രശ്നമില്ല എങ്കിൽ ഓക്കെ, നിങ്ങൾ ഇഷ്ടത്തിന് വിട്ടോ. 130 സ്പീഡിൽ പോകാൻ പറ്റുന്ന റോഡുണ്ട്, 20 സ്പീഡിൽ പോകാൻ പറ്റുന്ന റോഡുണ്ട്, 30 സ്പീഡിൽ പോകാൻ പറ്റുന്ന റോഡുണ്ട്. അത് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ വണ്ടി ഓടിക്കുക. ഇതൊന്നുമല്ല. ഏത് റോട്ടിൻ്റെ കൂടി ഇവർ പോകുന്നത് 90-ലും 80-ലും അല്ല. വേറെ ഇല്ലവർക്ക് വണ്ടി ഓടിക്കണ്ടേ? ഇവരെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നത്. 2 ദിവസം, അതായത് ഒരു 2 പ്രാവശ്യമായി ഞാനിത് കാണുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് കുറച്ച് പറയണമെന്ന് വിചാരിച്ചു. ഈ കേൾക്കുന്നവരെങ്കിലും പല ആളുകളും നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നവരുണ്ടാവും. അല്ലാതെ ഈ കാറ് എടുത്തിട്ട് ഇന്ന് രാവിലത്തെ സംഭവം തന്നെ നോക്കുക. അയാൾക്ക് എന്ത് എമർജൻസി? അയാൾ ഒറ്റക്കേ ഉള്ളൂ, ഒരാളെ അതിൻ്റെ അകത്ത് കണ്ടിട്ടില്ല. അയാൾ എമർജൻസിയിൽ പോകുമ്പോൾ പെട്ടെന്ന് വഴി മിസ്റ്റേക്ക് ആയതുകൊണ്ട് റോഡിൻ്റെ നടുവിൽ ഇതാണ് എൻ്റെ തറവാട് എന്നുള്ള രീതിയിൽ ഒറ്റ വെക്കൽ. ആ കുട്ടി കൊണ്ടുപോയി ബാക്കിലിടിച്ചു. ഈ കുട്ടിക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാൻ കിട്ടണ്ടേ? ഇത് ഓടിച്ച് ശീലമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനെല്ലാം വണ്ടി എടുക്കുന്ന കൂട്ടരായിരിക്കും. ഇത് പെൺകുട്ടികൾ മാത്രമല്ല കേട്ടോ, ആൺകുട്ടികളും പെടലുണ്ട്. ആൺകുട്ടികൾ എത്രയും വണ്ടി ഓടിക്കുന്ന ആളാണെന്ന് വിചാരിച്ചോ, ഈ ചട്ടങ്ങനെ കൊണ്ടുപോയിട്ട് റോട്ടിൻ്റെ നടുവിൽ ഒരു വണ്ടി നിർത്തിയാൽ ചിലപ്പം കൊണ്ടുപോയി ഇടിക്കും. ആ പെൺകുട്ടി അടിച്ചുകൊണ്ട് നീ എന്താ പെൺകുട്ടി അടിച്ചുകൊണ്ടല്ലടാ നീ വീഡിയോ ചെയ്തതെന്നൊന്നും വിചാരിക്കണ്ട. ഇത് ആൺകുട്ടികൾക്ക് സംഭവിക്കാറുണ്ട്. മെല്ലെ പോയാൽ മതി. നമ്മളൊരു 30 സ്പീഡിൽ പോകുന്ന ആളാണെന്നതിന് 20-ലായിക്കോട്ടെ, 20-ൽ പോകുന്ന ആളായിക്കോട്ടെ. പക്ഷേങ്കിൽ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു മാരണം കൊണ്ടുപോയി റോട്ടിൻ്റെ നടുവിൽ കുരുത്തക്കേട് കാണിച്ചാൽ ആൺകുട്ടികൾക്കും പറ്റുപറ്റി. അപ്പം നമ്മളെന്തിനാ വെറുതെ ആശുപത്രിയിൽ പൈസ കൊടുക്കുന്നത്? നിങ്ങൾ ഇത്രയും ബ്ലോക്കുള്ള റോഡുകളാകുമ്പോൾ ഇപ്പം കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിൽ നിന്ന് വരുന്നതാണെങ്കിൽ അവർക്ക് അറിയാം, ഈ നാട്ടിലേക്കൂടെ പോകുന്നവരാണെങ്കിൽ അറിയാം, ഈ ബക്കളത്താവിടെ പാലം കെട്ടുന്നുണ്ട്. അപ്പോൾ ആടെ ബ്ലോക്ക് ഉണ്ട്, ധർമ്മശാല ബ്ലോക്ക് ഉണ്ട്, കീച്ചേരി ബ്ലോക്കാണ്.
ഇങ്ങനെ ബ്ലോക്കുള്ള സ്ഥലങ്ങൾ നോക്കി നിങ്ങൾക്ക് മെല്ലെ മെല്ലെ പോയിക്കൂടെ? എന്തിനു ഇത് എരപ്പിച്ചിട്ട് മുമ്പെല്ലാം പൊന്തിച്ചിട്ട് പോകേണ്ട ആവശ്യം? എന്താണ് സർക്കസല്ലേ ഇത്? സർക്കസിലൊന്നല്ലല്ലോ ജോലി ഇത്. ഇങ്ങനെ മുമ്പിലെല്ലാം പൊന്തിച്ചിട്ടെല്ലാം പോകേണ്ട ആവശ്യം? ഈ ബ്ലോക്കിന്റെ ഇടയിൽ ഇവൻ മുമ്പും പൊന്തിച്ചിട്ട് ഇങ്ങനെ ബൈക്ക് എടുത്തിട്ട് പോവാ. പിന്നെ അല്ല, കാറ് ആണെങ്കിൽ നടു റോട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഓൺ അടിക്കും. ഓണും അടിക്കുന്നുണ്ടാവും, എല്ലാ ലൈറ്റും കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. എന്തിനാ ഇവൻ ഇന്നാ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പിടുത്തൂല്ല. ഇതൊന്നും സിഗ്നൽ ഇതിലൊന്നുമില്ല. ഇവരെന്നാന്ന് ഇതെന്ത് സിഗ്നലാണെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ? എല്ലാ ലൈറ്റും കത്തിച്ചിട്ടുണ്ടാവും, ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കാറുകാരൻ. എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവണ്ടേ? എങ്കിലല്ലേ നമുക്കതിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റൂ. ഇതാണ് അവസ്ഥ. ഇതൊന്ന് എല്ലാവരെയും ബോധിപ്പിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.